തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്ന തൃണമൂൽ കോൺഗ്രസിൽ ഓരോ ദിവസവും ഓരോ പ്രതിസന്ധിയാണ് ഉണ്ടാകുന്നത്. ഓരോ ദിവസവും ഓരോ നേതാക്കന്മാർ, അതായത് എംപിമാർ അടക്കം രാജിവെച്ച് BJPയിലേക്ക് പോകുന്ന ഒരു കാഴ്ച കാണുന്നു. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു അവസ്ഥയിലേക്ക് മമത നിൽക്കുന്നു. ഒരു വശത്ത് രാജി, മറുവശത്ത് കേന്ദ്ര ഏജൻസികൾ മമതയുടെ വീട്ടിലേക്കും മമതയുടെ മരുമകന്റെ വീട്ടിലേക്കും ചീറിപ്പാഞ്ഞ് എത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. നിലവിൽ തൃണമൂൽ കോൺഗ്രസിൽ പുതിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ രൂപം കൊണ്ടിരിക്കുന്നത്. പാർട്ടി അക്കൗണ്ട് മരവിപ്പിക്കാൻ ബാങ്കിനോട് ആവശ്യപ്പെട്ട് ട്രഷററും മുൻ മന്ത്രിയുമായ അരൂപ് വിശ്വാസ് 676 കോടി രൂപയുള്ള പാർട്ടി അക്കൗണ്ട് മരവിപ്പിക്കണമെന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. നേരത്തെ ഒപ്പിട്ട ചെക്കുകൾ വിമതർ ദുരുപയോഗം ചെയ്യുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ നിർണായകമായ ഒരു നീക്കം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതേസമയം അരൂപ് വിശ്വാസ് ഇപ്പോൾ ട്രഷറർ അല്ലെന്ന് TMC അറിയിച്ചിരിക്കുകയാണ്. ഈ മാസം 5-ന് ചേർന്ന യോഗത്തിൽ പുതിയ ട്രഷററെ നിയമിച്ചു എന്നാണ് പാർട്ടിയുടെ വിശദീകരണം. കായിക മന്ത്രിയായിരിക്കെ മെസ്സിയെ കൊണ്ടുവന്ന് വിവാദത്തിലായ അരൂപ് വിശ്വാസിന് ഇന്നലെ കോടതിയിൽ എത്തിയപ്പോൾ അഭിഭാഷകരടക്കം മുട്ടെറിയുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. പാർട്ടിയിൽ ആഭ്യന്തര തർക്കങ്ങളും പ്രതിസന്ധികളും ഉടലെടുത്തതിന് പിന്നാലെ തൃണമൂൽ കോൺഗ്രസിൽ വൻ അഴിച്ചുപണി നടത്തിയിരുന്നു. പാർട്ടിയുടെ വിവിധ പോഷക സംഘടനകളിലും പ്രാദേശിക ഘടകങ്ങളിലും വലിയ മാറ്റങ്ങളാണ് വരുത്തിയത്. യുവ നേതാവ് അർണവ് ബാനർജിയെ സംസ്ഥാന തൃണമൂൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായും കുനാൽ ഘോഷിനെ വടക്കൻ കൊൽക്കത്ത സംഘടനാ ജില്ലാ പ്രസിഡന്റായും നിയമിച്ചു. പാർട്ടിയുടെ ദേശീയ വർക്കിംഗ് കമ്മിറ്റി യോഗത്തിലാണ് ഈ പുതിയ തീരുമാനം ഉണ്ടായത്. കൂടാതെ ന്യൂനപക്ഷ സെൽ പ്രസിഡന്റായി മുസറഫ് ഹുസൈനെയും അതോടൊപ്പം തന്നെ മഹിളാ വിംഗ് പ്രസിഡന്റായി അലീഫ അഹമ്മദിനെയും തെരഞ്ഞെടുത്തിരിക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസിലെ 28 ലോക്സഭാ എംപിമാരിൽ 20 പേരും ത്രിപുര ആസ്ഥാനമായുള്ള നാഷണലിസ്റ്റ് സിറ്റിസൺ പാർട്ടി ഓഫ് ഇന്ത്യയിൽ ലയിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഭൂരിഭാഗം വരുന്ന MLA-മാരും പാർട്ടി നേതൃത്വത്തിനെതിരെ പരസ്യമായി കലാപക്കൊടി ഉയർത്തുകയും ചെയ്തു. ആ സാഹചര്യത്തിലാണ് ഈ അടിയന്തരമായ നീക്കമുണ്ടായത്. നിലവിൽ ആരാണ് പാർട്ടിയുടെ യഥാർത്ഥ ഭാരവാഹികൾ എന്ന കാര്യത്തിൽ കടുത്ത അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ വിമത നേതാക്കൾ നേരത്തെ ഒപ്പിട്ട് നൽകിയതോ അവരുടെ കൈവശമുള്ളതോ ആയ ബാങ്ക് ചെക്കുകൾ വൻതോതിൽ ദുരുപയോഗം ചെയ്യപ്പെടാനും പാർട്ടിയുടെ ഫണ്ടുകൾ വകമാറ്റാനുമുള്ള കടുത്ത സാധ്യത ഉണ്ടെന്നാണ് അരൂപ് വിശ്വാസ് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. തർക്കങ്ങൾ പരിഹരിച്ച് കൃത്യമായ ഒരു ഔദ്യോഗിക തീരുമാനം ഉണ്ടാകുന്നതുവരെ അക്കൗണ്ടിൽ നിന്നുള്ള ഡെബിറ്റ് ഇടപാടുകൾ പൂർണ്ണമായി തടയണമെന്നാണ് ആവശ്യം. അതേസമയം ബാങ്കിന് കത്തയച്ച അരൂപ് വിശ്വാസിനെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ ട്രഷറർ സ്ഥാനത്ത് നിന്ന് നീക്കി എന്ന വിവരമാണ് പുറത്തുവരുന്നത്. പാർട്ടിയിൽ മമതാ ബാനർജി നടത്തിയ അഴിച്ചുപണിയുടെ ഭാഗമായി സുഭാഷിഷ് ചക്രവർത്തിയെ പുതിയ ട്രഷററായി ജൂൺ 5-ന് നിയമിച്ചു എന്നാണ് തൃണമൂൽ കോൺഗ്രസ് പറയുന്നത്. എന്നാൽ താൻ തന്നെയാണ് ഇപ്പോഴും ട്രഷറർ എന്ന് അവകാശപ്പെട്ടാണ് ജൂൺ 12-ന് തീയതി വെച്ച് അരൂപ് വിശ്വാസ് ബാങ്കിന് കത്ത് നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ പാർട്ടിയുടെ നിയന്ത്രണവും നൂറുകണക്കിന് കോടികൾ വരുന്ന പാർട്ടി ഫണ്ടിന്റെ അവകാശവും സംബന്ധിച്ച് തൃണമൂലിൽ രൂപപ്പെട്ട പുതിയ തർക്കം പശ്ചിമ ബംഗാളിൽ രാഷ്ട്രീയത്തിലും സോഷ്യൽ മീഡിയയിലും വലിയ തോതിലുള്ള ചർച്ചകൾക്കാണ് വഴി തുറക്കുന്നത്.